ഇനി വരാൻ പോകുന്ന സർക്കാരിൽ നിന്ന് എന്തൊക്കെ സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് കേരള കോൺഗ്രസ് ഉണ്ടാകണം. കേരള കോൺഗ്രസ്സിന് കുറച്ച് MLA മാരുണ്ടാകണം. അവർക്ക് കനപ്പെട്ട എന്തെങ്കിലും വകുപ്പ് കിട്ടണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ഭരണം പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിൻ്റെ കൈപ്പിടിയിലായി പോകാതെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം. ഇന്നത്തെ നിലയ്ക്ക് P. ജോസഫിനെ കൊണ്ടും അല്ലെങ്കിൽ അനൂപ് ജേക്കബിനെ കൊണ്ടൊന്നും അത് സാധിക്കില്ല. അതിന് ഈ കേരള കോൺഗ്രസ്സുകളുടെ ലയനം ഉണ്ടാകണം. അല്ലെങ്കിൽ പ്രബലമായ കേരള കോൺഗ്രസ് വിഭാഗം UDF ഉണ്ടാകണം. അപ്പോൾ മെത്രാന്മാർ സിനഡ് കൂടി തീരുമാനിക്കും ജോസ് കെ മാണി LDF തന്നെ തുടരണോ അതോ UDF പോകണോ. പോവുകയാണെങ്കിൽ അവിടെ ഏത് ബെർത്ത് സംഘടിപ്പിക്കണം, ഏതേത് സീറ്റുകൾ വാങ്ങിച്ചെടുക്കണം, ജയസാധ്യതയുള്ള സീറ്റുകൾ എങ്ങനെ മേടിച്ചെടുക്കാം, അവിടെ എങ്ങനെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാം, ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വകുപ്പുകൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മിക്കവാറും കത്തോലിക്ക തിരുസഭയുടെ സിനഡ് കൂടി വൈകാതെ ഒരു തീരുമാനം ഉണ്ടാവും. ജോസ് കെ മാണി പോവുകയാണെങ്കിൽ അത് പാലായിൽ നിന്നായിരിക്കില്ല, ഈ കാക്കനാട്ടിലുള്ള സെൻറ്റ് തോമസ് മൗണ്ടിൽ നിന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടിലൊന്നും അറിയും. ആ കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഈ ജയിച്ച മെമ്പർമാർക്കോ അതുപോലെ കൗൺസിലർമാർക്കൊക്കെ അയോഗ്യത വരും. മുന്നണി വിട്ട് മുന്നണി പറയാം. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഇത് ജോസ് കെ മാണിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മെത്രാന്മാർക്ക് അറിയാം. അത്യുന്നത കർദിനാളടക്കമുള്ള ആളുകൾ അവരുടെ സത്വര ശ്രദ്ധ ഇക്കാര്യത്തിൽ തിരിയും, ഇക്കാര്യത്തിൽ പതിയും എന്ന വിശ്വാസത്തോടെ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.